ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്, അതാണ് ലേറ്റ് ആയത്. ഒരു മിനിറ്റ് കേട്ടോ. എല്ലാരും ക്യാമറ ഓൺ ചെയ്തോളൂ. എല്ലാരും ക്യാമറ ഓൺ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാലോ നമുക്ക് ക്ലാസ്. അതുൽ, നൗഫൽ, അർജുൻ, നവ്യ, ജാസ്മിൻ, ജലൈൽ. ഓക്കെ, ഓരോരുത്തരുടെ പേര് വിളിക്കണം. എല്ലാരും ക്യാമറ ഓൺ ചെയ്തേ. ഓക്കെ, ഒന്ന് രണ്ട് പേര്, അതിര, ഗിഫ്റ്റി ആൻഡ് മുഹമ്മദ് യസീൻ. ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്, അപ്പം അവരുടെ മീറ്റ് ഒന്ന് ലെഫ്റ്റ് ആവും. ഒന്നുകൂടി റീജോയിൻ ചെയ്യണേ, ചിലപ്പോ മേ ബി. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്നലെ ഓഫ്ലൈൻ ഫയലിംഗ് ആയിരുന്നു പറഞ്ഞിരുന്നത്. എല്ലാവരും ചെയ്ത് നോക്കിയോ? ഓഫ്ലൈൻ ഫയലിംഗ് ചെയ്തോ? ഓക്കെ, കുറെ പേര് ചെയ്തിട്ടുണ്ട്, കുറച്ച് പേര് ചെയ്ത് നോക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. ചെയ്ത് നോക്കാത്തവര് ചെയ്ത് നോക്കാം കേട്ടോ. ഇൻ കേസ് നിങ്ങൾ ലീവ് ഒക്കെ ആയിരുന്നവരാണെങ്കിൽ റെക്കോർഡിങ്സ് ഒക്കെ കണ്ടിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത് ഓൺലൈൻ ഫയലിംഗ് ആണ്. ഇന്ന് കാണാൻ ഓൺലൈൻ ഫയലിംഗ് ആണ്. ഞാൻ പറഞ്ഞിരുന്നു ഓൺലൈൻ ഫയലിംഗ് കൂടുതലും ചെയ്യുന്ന കമ്പനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് മോസ്റ്റ് പ്രോബബ്ലി എല്ലാവരും തന്നെ ഇപ്പൊ ഓൺലൈൻ ഫയലിംഗ് ആണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു എക്സൽ ഫയലിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, അത് JSON ഫയൽ ആക്കി മാറ്റേണ്ട കാര്യമില്ല. അങ്ങനെ കുറെ പ്രോസസ്സ് എവിടെ ഉണ്ടായിരുന്നു? ഓഫ്ലൈൻ ഫയലിംഗ് ഉണ്ടായിരുന്നു. ആ ഒരു കാര്യങ്ങളൊക്കെ എന്തുണ്ട്? ഓൺലൈൻ ഫയലിംഗിൽ മാറ്റമുണ്ട്. ഓൺലൈൻ ഫയലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ സൈറ്റിലേക്ക് കയറുന്നു, അതായത് GST സൈറ്റിലേക്ക് കയറുന്നു, നമ്മളുടെ ലോഗിൻ ഐഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുന്നു സൈറ്റ്. ദെൻ ലോഗിൻ ചെയ്ത ശേഷം അവിടെ റിട്ടേൺ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. നമ്മളത് ഏത് മാസത്തെ, ഏത് വർഷത്തെ, ഏത് ക്വാർട്ടറിലെ റിട്ടേൺ ആണ് ഫയൽ ചെയ്യുന്നത് കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് ഓൺലൈൻ ഫയലിംഗ്. ഓഫ്ലൈൻ ഫയലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സൽ ഡൗൺലോഡ് ചെയ്യണം, ഒരു GST ഓഫ്ലൈൻ ടൂൾ ഡൗൺലോഡ് ചെയ്യണം, അതിനുശേഷം എക്സൽ ടെംപ്ലേറ്റിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനത്തെ പ്രോസസ് ഒക്കെ എവിടെ ഉണ്ടായിരുന്നു? ഓഫ്ലൈൻ ഫയലിംഗിൽ ഉണ്ടായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു eBay ബില്ല്, ഈ ഇൻവോയ്സ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ GST1 അവരുടെ സെയിൽസ് ഡീറ്റെയിൽസ് ആഡ് ആയിക്കോളും. അപ്പൊ നമ്മൾ ആ സെയിൽസ് ഡീറ്റെയിൽസ് എന്ത് ചെയ്യേണ്ട? ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യം വരുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഓൺലൈൻ ഫയലിംഗിലേക്ക് കിടക്കാം. പ്രാക്ടീസ് സ്പോട്ട് തന്നെയാണ് നമ്മളും ഇവിടെയും യൂസ് ചെയ്യുന്നത്. നമ്മുടെ സിമുലേഷൻ സോഫ്റ്റ്വെയർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് നേരെ പ്രാക്ടീസ് സ്പോട്ടിലേക്ക് ലോഗിൻ ചെയ്യാം. ഓക്കെ, പ്രാക്ടീസ് സ്പോട്ട് ലോഗിൻ ചെയ്യാം. നമ്മളുടെ മെയിൽ ഐഡിയും പാസ്വേഡും കൊടുക്കാം. GST1 ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ഇവിടെ കാണുന്നുണ്ട്. ഇതിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഓൾ കാറ്റഗറി എന്ന് പറഞ്ഞ ഓപ്ഷന്റെ അകത്ത് GST1 എടുക്കാണ്. ഓൾ കാറ്റഗറി ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞ ഹെഡിങ് ആണ് കേട്ടോ. ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. മേ ബി നിങ്ങൾ TDS പഠിച്ചതിൽ വെച്ചിട്ട് നമ്മുടെ സിമുലേഷൻ സോഫ്റ്റ്വെയറിന്റെ ഒന്ന് മാറ്റിയിട്ടുണ്ട്, ചെറിയ ചേഞ്ചസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് പണ്ട് എല്ലാം നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഫസ്റ്റ് ഈ ഒരു ഫ്രണ്ട് സ്ക്രീനിൽ കാണാമായിരുന്നു. ഇപ്പൊ ഇവിടെ എല്ലാം വിസിബിൾ അല്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഫിൽറ്റേഴ്സിലേക്ക് വന്നിട്ട് GST1 എടുക്കുക. ഓക്കെ, ഇപ്പൊ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, GST1 റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമുക്കിവിടെ കാണാം. അപ്പൊ ഇതില് നമ്മൾ ഇന്ന് ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഈ ഒരു കമ്പനിയുടെ ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. J&K ഷോപ്പിന്റെ GST1 ആണ് നമുക്ക് ഫയൽ ചെയ്യാനായിട്ടുള്ളത്. നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം J&K ഷോപ്പിന്റെ ഫയൽ ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് മാത്രമേ ഇവിടെ തന്നിട്ടുള്ളൂ, കുഞ്ഞു കാര്യങ്ങളൊക്കെ പറയുന്നുള്ളൂ. അപ്പൊ നമുക്ക് ബാക്കി സെയിൽസ് ഡീറ്റെയിൽസ് ഒക്കെ ആവശ്യമുണ്ട്. അപ്പൊ അതിനെന്ത് ചെയ്യാം? നമുക്ക് ആദ്യം ഡാറ്റ ഡൗൺലോഡ് ചെയ്യാം അല്ലെ. ഡാറ്റ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡാറ്റ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ആദ്യം ഒന്ന് ഡാറ്റയ്ക്ക് ഓപ്പൺ ചെയ്തൊന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എക്സ്ട്രാക്ട് ചെയ്യാണ്.
ഓക്കെ, എക്സ്ട്രാക്ട് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. JNK. ഇവിടെ 2 ഫയലുകളാണുള്ളത്. ഒന്ന് ഒരു എക്സൽ ഫയലും ഒരു PDF ഫയലും. ഓക്കെ, എക്സൽ ഫയലും ഉണ്ട്, PDF ഫയലും ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ PDF ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്യാണ്. അതിൽ പറയുന്നത് നമ്മൾ JNK ഷോപ്പിന്റെ ഗുഡ്സ് ആൻഡ് സർവീസസ് ഡീൽ ചെയ്യുന്ന ഒരു ബിസിനസ് ആണ്. അതിന്റെ GST1 റിട്ടേൺ ആണ് നമ്മൾ ഫയൽ ചെയ്യാനായിട്ട് പോകുന്നത്. ഒക്ടോബർ 2022 റിട്ടേൺ ആണ് നമ്മൾ ഫയൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു GSTയുടെ സൈറ്റിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്യണമെങ്കിൽ, അതായത് GST രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് നമുക്കൊരു ലോഗിൻ ഐഡിയും പാസ്വേഡും കിട്ടും. ആ ലോഗിൻ ഐഡിയും പാസ്വേഡും കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? GSTയുടെ സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ലോഗിൻ ഐഡിയും പാസ്വേഡും നമുക്ക് ഇവിടെ അറ്റാച്ച് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ലോഗിൻ ഡീറ്റെയിൽസ് ഉണ്ട്. നമ്മുടെ കമ്പനിയുടെ പേര് JNK ഷോപ്പ് എന്നാണ്. GST നമ്പർ തന്നിട്ടുണ്ട്. ഏത് മാസത്തെ റിട്ടേൺ ആണ് ഫയൽ ചെയ്യുന്നത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദെൻ ഓതറൈസ്ഡ് സിഗ്നേച്ചറുടെ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് ഈ ഒരു PDF അറ്റാച്ച് ചെയ്ത് തന്നിരിക്കുന്നത്. ഇനി എക്സലിലേക്ക് വരാം. എക്സൽ നമ്മൾ ഇന്നലെ കണ്ടതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെയും പറയുന്നത്. അതായത് സെയിൽസ് ഡീറ്റെയിൽസ് ഉണ്ടാവും. സെയിൽസ് ഡീറ്റെയിൽസ് ഉണ്ട്. സെയിൽസ് ഡീറ്റെയിൽസിന് താഴെ തന്നെ HSന്റെ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. പിന്നെ പർച്ചേസ് രജിസ്റ്റർ ഉണ്ട്, പർച്ചേസ് റിട്ടേൺ രജിസ്റ്റർ ഉണ്ട്. ഓക്കെ, സെയിൽസ് രജിസ്റ്റർ HS ഉണ്ട്, അതിന്റെ തന്നെ ഉണ്ട് പർച്ചേസ് രജിസ്റ്റർ, പർച്ചേസ് റിട്ടേൺ രജിസ്റ്റർ. അപ്പൊ നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, നമ്മുടെ GSTR1 എന്ന് പറയുന്നത് ഇസ് ഔട്ട്വേർഡ് സപ്ലൈ ഡീറ്റെയിൽസ് ആണ്, അല്ലെ? GSTR1 എന്ന് പറഞ്ഞാൽ ഔട്ട്വേർഡ് സപ്ലൈ ഡീറ്റെയിൽസ് ആണ്. ഇവിടെ നമുക്ക് ഇൻവേർഡ് സപ്ലൈയുടെ ആവശ്യമേ ഇല്ല. ഓക്കെ, GSTR3B ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഇൻവേർഡ് സപ്ലൈയുടെ ആവശ്യമുള്ളൂ. 1 ചെയ്യുന്ന സമയത്ത് ഇൻവേർഡ് സപ്ലൈയുടെ ആവശ്യമില്ല. ദാറ്റ് മീൻസ് പർച്ചേസിന്റെയും പർച്ചേസ് റിട്ടേൺ രജിസ്റ്ററിന്റെയും ആവശ്യം തൽക്കാലം നമുക്കില്ല. നമുക്ക് എന്തിനാ മാത്രം ആവശ്യമുള്ളൂ? സെയിൽസ് രജിസ്റ്ററിന്റെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ ഈ സെയിൽസ് രജിസ്റ്റർ എടുത്തു. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെയിലുകൾ ഈ പ്രാവശ്യവും നമുക്കുണ്ട്. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ പ്രാവശ്യം നമുക്കുണ്ട്. ഏതൊക്കെ സെയിലുകളാണ്? ഇങ്ങനെ ആള് അഡ്മിൻ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് ടൈമിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ഏതൊക്കെ ടൈപ്പ് ഓഫ് സെയിലുകളാണുള്ളത്? GST സെയിൽ ഉണ്ട്, എക്സ്പോർട്ട് സെയിൽ ഉണ്ട്, എക്സംപ്റ്റഡ് സെയിലും ഉണ്ട്. ഓക്കെ, GST സെയിൽസ് ഉണ്ട്, എക്സ്പോർട്ട് സെയിൽ ഉണ്ട്, എക്സംപ്റ്റഡ് സെയിൽസും ഉണ്ട്. GST സെയിൽസിൽ തന്നെ B2B സെയിലും ഉണ്ട്, B2C സെയിലും ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ നേരെ ഇന്നലെ ചെയ്തതുപോലെ ഇതിനെ ഒന്നുകൂടെ കാറ്റഗറൈസ് ചെയ്ത് ഓരോ കാറ്റഗറൈസ് ആയിട്ട് തിരിക്കാൻ പോവാണ്. ഓക്കെ, B2B സെയിൽ ഒരുമിച്ച്, B2C സെയിൽ ഒരുമിച്ച്, എക്സ്പോർട്ട് ഒരുമിച്ച്, എക്സംപ്റ്റഡ് ഒരുമിച്ച്, അങ്ങനെ ഓരോ കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഒരു പുതിയ ഷീറ്റ് ആഡ് ചെയ്യാം. ഈ ഒരു ഷീറ്റിൽ നമുക്ക് വർക്കിംഗ്സ് തന്നെ നെയിം കൊടുക്കാം. ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പത്തിന് വർക്കിംഗ്സ് നെയിം കൊടുക്കും. ആദ്യം ഞാൻ ഇതിൽ നിന്ന് B2B സെയിൽസുകൾ മാത്രം എടുക്കാൻ പോവാണ്. B2B സെയിൽസ്. ഓക്കെ, ഫസ്റ്റ് ഇതിൽ നിന്ന് B2B സെയിൽസ് മാത്രം നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാം. B2B സെയിൽസ് മാത്രം എടുക്കാനായിട്ട് ഇതിലേക്ക് വന്നു, സെയിൽസ് രജിസ്റ്ററിലേക്ക് വരാം. സെയിൽസ് രജിസ്റ്ററിലേക്ക് വന്നു, ഫിൽറ്റർ ഇടുക. ഫിൽറ്റർ ഇടാനൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഫിൽറ്റർ ഇടുക, സോർട്ട് ആൻഡ് ഫിൽറ്ററിൽ പോയിട്ട് ഇൻവോയ്സ് ടൈപ്പില് GST സെയിൽസ് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, GST സെയിൽസ് മാത്രം എടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പൊ ഇവിടെ GST സെയിൽസ് മാത്രമായിട്ട് കിട്ടി. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിൽ B2B ഉണ്ട്, B2C ഉണ്ട്, അല്ലെ? അപ്പൊ ഇതിൽ B2B കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ GST നമ്പർ ഉള്ളത് മാത്രം സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. GST നമ്പർ ഉള്ളത് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കാം. 33 തമിഴ്നാടു എന്നുള്ളത് വേണ്ട, ബ്ലാങ്കും വേണ്ട. ഓക്കെ, GST നമ്പർ ഉള്ളത് മാത്രമായിട്ട് ഞാൻ സെലക്ട് ചെയ്തെടുക്കും. ഇനി നമുക്കിത് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്ത് ഈ ഒരു ഷീറ്റിലേക്ക് പേസ്റ്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇന്നത്തെ സെയിം കാര്യം തന്നെ ആയതുകൊണ്ടാണ് ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ക്ലിയർ ആണല്ലോ അല്ലെ എല്ലാവർക്കും? സെയിം, ഇന്നലെ ചെയ്ത സെയിം കാര്യം തന്നെ. ഓക്കെ, നമ്മൾ ഇത് ചെയ്തു വെക്കുന്നത് നമ്മുടെ ഇത് ചെയ്യാൻ എളുപ്പത്തിനായിട്ടാണ് ചെയ്യുന്നത്. ഇനി അടുത്തലേക്ക് വരാം. നമുക്ക് ഇതിൽ നിന്ന് B2C സെയിൽസിനെ വേറെ സെപ്പറേറ്റ് ആക്കാം. B2C സെയിൽസ്. ഓക്കെ, ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ എന്താണോ ഇന്നലെ ചെയ്ത് അതേ സെയിം രീതിയിൽ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാൻ ആ ഷീറ്റിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ആവും. തൽക്കാലം നമുക്ക് ഇതൊക്കെ ഒന്ന് ഫിൽറ്റർ ചെയ്ത് എടുത്ത് സെറ്റ് ആക്കി വെക്കാം. എന്നിട്ട് ഞാൻ
നേരെ സൈറ്റിലേക്ക് ലോഗിൻ ചെയ്ത് കാണിച്ചു തരാം എന്താണ് അവിടെ ഉള്ളത്, എങ്ങനെയാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ B2C സെയിൽസ് നമ്മൾ 2 ടൈപ്പ് ഉണ്ടെന്ന് ഇതിൽ പറയുന്നത്. ഏതൊക്കെയായിരുന്നു നമ്മൾ ഇതിൽ പറഞ്ഞേ? എന്തിനും പറയണേ, എന്തൊക്കെയായിരുന്നു? B2C സ്മോളും B2C സ്മോളും B2C ലാർജും. എങ്ങനെ നമ്മൾ B2C സ്മോൾ ആണോ ലാർജ് ആണോ എന്ന് എങ്ങനെ അറിയുന്നേ? വാല്യൂ കൂടുതലാണെങ്കിൽ ലാർജും 1 lakh കുറവാണെങ്കിൽ സ്മോളും. ഓക്കെ, എന്ത് വാല്യൂ അർച്ചന പണിക്കർ? എന്ത് വാല്യൂ? ഇൻവോയ്സ് വാല്യൂ. ഇൻവോയ്സ് വാല്യൂ 1,00,000 മുകളിലേക്കാണ് എങ്കിൽ നമ്മൾ അതിനെ B2C ലാർജ് എന്നും 1,00,000 താഴെയാണെങ്കിൽ നമ്മൾ അതിനെ B2C സ്മോൾ എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ നോക്കുക, നമ്മളുടെ ഈ ഒരു ബിസിനസിന്റെ ഈ ഒരു മാസം ഒക്ടോബർ മാസം നമ്മൾ നടത്തിയ സെയിലുകളുടെ B2Cയുടെ നോക്കുക, എല്ലാം 1,00,000 താഴെയാണ് അല്ലെ? 45,920, 16,800, 25,760, 53,100. അതിനർത്ഥം എല്ലാം 1,00,000 താഴെയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാം B2C സ്മോൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. നേരെ ഇവിടേക്ക് വരിക, വർക്കിംഗ്സിലേക്ക് വന്നു, B2C സ്മോൾ എന്ന് കൊടുക്കും. B2C സ്മോൾ, B2C എസ് എന്ന് മാത്രം കൊടുക്കണേ. ഇനി ഇവിടെ ഇതേപോലെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണോ? പറഞ്ഞിരുന്നു. അതായത് നമ്മൾ ഈ B2B ചെയ്യുന്ന സമയത്ത് ഓരോ പാർട്ടി ബേസ് ചെയ്തു പോകുന്നുണ്ട്. B2Cയുടെ കേസിൽ അങ്ങനെ പാർട്ടി ബേസ് ആണോ നമ്മൾ ചെയ്യേണ്ടേ? എങ്ങനെയായിരുന്നു ചെയ്യേണ്ടത്? സെയിം ടാക്സ് റേറ്റ് ഉള്ളത് നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ടാക്സ് റേറ്റുകൾ നോക്കാം. നമുക്ക് ഏതൊക്കെ റേറ്റുകളുണ്ട്? 5 ഉണ്ട്, 12 ഉണ്ട്, 18 ഉണ്ട്. ഞാൻ വീണ്ടും പറയാണ്, 12 ഇപ്പൊ നിലവിലില്ല. ആകെ 5, 18, 40 ഈ 3 ടാക്സ് റേറ്റുകൾ ഇപ്പൊ നിലവിലുള്ളൂ. 40%. ഓക്കെ, ഇത് പഴയ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് നമുക്ക് 12 കൂടി വരുന്നത്. 5, 12, 18 ഈ 3 ടാക്സ് റേറ്റുകളാണ് നമുക്ക് ഇവിടെ വരുന്നത്. അതില് 5 എത്ര ഉണ്ട്? ആകെ ഒരെണ്ണേ ഉള്ളൂ അല്ലെ? അപ്പൊ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനായിട്ടില്ല, നേരെ താഴേക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇനി 12ലേക്ക് വരുമ്പോൾ 2 ഉണ്ട്. ഏതൊക്കെയാ? 45,920, 25,670 രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് കൊടുത്തു. ബാക്കിയുള്ള കോളംസ് ട്രാക്ക് ചെയ്ത് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, 64,000 ഇൻ ടാക്സിബിൾ വാല്യൂ, IGST ഇല്ല, CGST, SGST 3,840 ഈസ്റ്റ്. ഇനി 18% ഒരെണ്ണം ഉള്ളൂ, അത് ഇവിടേക്ക് നേരെ കോപ്പി പേസ്റ്റ് ചെയ്യും. അങ്ങനെ അത് സെറ്റ് ആക്കി. ഓക്കെ ആണോ? കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഏതാണ്? എക്സംപ്റ്റഡും എക്സ്പോർട്ടും ആണ് അല്ലെ? ഈ GST സെയിൽസ് എന്നുള്ള ഫിൽറ്റർ മാറ്റിയിട്ട് ഇവിടെ എക്സംപ്റ്റഡ് സെയിൽസ് എടുക്കാം. ഓക്കെ കൊടുക്കുക. ഇവിടെ അതിന് ഒരെണ്ണത്തിൽ GST നമ്പർ ഉണ്ട്, അതുകൂടി സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ 2 എക്സംപ്റ്റഡ് സെയിൽസ് ആണ്. ഒന്ന് GST ഉള്ള ഒരു എക്സംപ്റ്റഡ് സെയിൽസും ഒന്ന് GST നമ്പർ ഇല്ലാത്ത എക്സംപ്റ്റഡ് സെയിൽസും. രണ്ടും ഒരുമിച്ച് കാണിച്ചാൽ മതി. നമ്മൾ ആഡ് ഓൺ ചെയ്യുന്നില്ല, സെപ്പറേറ്റ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പം രണ്ടും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് അടുത്തതിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യും. ഇവിടെ പേര് എക്സംപ്റ്റഡ് സെയിൽസ് എന്ന് കൊടുക്കുക. എക്സംപ്റ്റഡ് സെയിൽസ്. ഇനി ഒരു എക്സ്പോർട്ട് സെയിൽ കൂടി ഉണ്ട്. ഓക്കെ, ഇനി ഒരു എക്സ്പോർട്ട് സെയിൽ കൂടി ഉണ്ട്. അത് നമുക്ക് ഇതുപോലെ ഫിൽറ്റർ ഇട്ട് എക്സ്പോർട്ട് സെയിൽസ് മാത്രമായിട്ട് എടുക്കാം. ഓക്കെ, വർക്കിംഗ്സിന്റെ പണി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ എല്ലാ സെയിൽസുകളും ഡിഫറെന്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് സെറ്റ് ആക്കി വെച്ചു. നമ്മുടെ ചെയ്യാൻ എളുപ്പത്തിൽ നമ്മളിത് റെഡിയാക്കി വെച്ചു. ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? ആരും ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇനി നമുക്ക് നമ്മുടെ നേരെ സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാം. സൈറ്റിലേക്ക് വരാം. സൈറ്റിലേക്ക് വരാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇവിടെ റൺ ഓപ്ഷൻ ഉണ്ട്, റൺ കൊടുക്കാം. റൺ കൊടുത്തു. ഇവിടെ നമ്മൾ കൊടുക്കേണ്ട യൂസർ നെയിമും പാസ്വേഡും ആണ് ഈ തന്നിരിക്കുന്നത് കേട്ടോ. ലോഗിൻ ID JNK_2022, പാസ്വേഡ് JNK@2022. ഈ ഒരു പാസ്വേഡും ലോഗിൻ ഐഡിയും തെറ്റാതെ കറക്റ്റ് ആയിട്ട് തന്നെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. യൂസർ നെയിം ചിലപ്പോൾ നമ്മുടെ പേര് തന്നെ ആയിരിക്കും വരിക, അതവിടെ മാറ്റിയിട്ട് കറക്റ്റ് ആയിട്ട് യൂസർ നെയിം പാസ്വേഡ് കൊടുക്കാം. എന്നിട്ട് ലോഗിൻ ചെയ്യും. ഓക്കെ, ഒരു മെസ്സേജ് വരും, ഒരു മെസ്സേജ് ചേഞ്ച് യുവർ പാസ്വേഡ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഉണ്ടാവും. അത് ഓക്കെ കൊടുത്തിടുക.
അപ്പൊ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പറയുന്നുണ്ട് വെൽക്കം ടു JNK ഷോപ്പ് ടു GST കോമൺ പോർട്ടൽ. നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഇയർ 2022-23 ആണ് നമ്മൾ പറഞ്ഞു. അതില് മെയ് മുതൽ സെപ്റ്റംബർ വരെ കറക്റ്റ് ആയിട്ട് നമ്മൾ എല്ലാ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. GST 1 എല്ലാം ഫയൽഡ് ആണ്, GST 3B എല്ലാം ഫയൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 1ഉം 3B എല്ലാം കൃത്യമായിട്ട് നമ്മൾ റിട്ടേൺസ് ഫയൽ ചെയ്ത് പക്കായിട്ട് പോകുന്ന ഒരു ബിസിനസ് ആണ്. ദെൻ നമ്മുടെ GST നമ്പറും കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതിൽ നമ്മൾ ഏത് ഓപ്ഷൻ എടുക്കണം എന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, റിട്ടേൺ ഡാഷ്ബോർഡ് എടുക്കുക. ഓക്കെ, ഫയലിങ്ങിന് വേണ്ടി നമ്മൾ വരുന്നത് എവിടേക്കാണ്? റിട്ടേൺ ഡാഷ്ബോർഡിലേക്കാണ്. റിട്ടേൺ ഡാഷ്ബോർഡ് എടുക്കുമ്പോൾ ഏത് മാസത്തെ റിട്ടേൺ ആണ് നമ്മൾ ഫയൽ ചെയ്യുന്നത് ചോദിക്കുന്നുണ്ട്. വർഷം, ക്വാർട്ടർ, പീരീഡ്, ഇത് മൂന്നും ചോദിക്കുന്നുണ്ട്. അത് കറക്റ്റ് ആയിട്ട് കൊടുക്കുക. നമ്മളിവിടെ ഫയൽ ചെയ്യുന്നത് 22-23 ഒക്ടോബറിലെയാണെന്ന് പറയാം. അപ്പൊ ഏത് ക്വാർട്ടർ ആയിരിക്കും? ഒക്ടോബർ എന്ന് പറഞ്ഞ ക്വാർട്ടർ ഏതായിരിക്കും? ഒക്ടോബർ എന്ന് പറയുമ്പോൾ ക്വാർട്ടർ വരിക, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. 3 ആണോ എല്ലാരും? ഏപ്രിൽ, മെയ്, ജൂൺ അതൊരു ക്വാർട്ടർ ആണ് അല്ലെ? ഫസ്റ്റ് ക്വാർട്ടർ. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ അത് സെക്കൻഡ് ക്വാർട്ടർ. ഒക്ടോബർ, നവംബർ, ഡിസംബർ അത് തേർഡ് ക്വാർട്ടർ. ഓക്കെ, ഒക്ടോബർ എന്ന് പറയുമ്പോൾ തേർഡ് ക്വാർട്ടർ ആണ്. അപ്പൊ ഇവിടെ ക്വാർട്ടർ 3 എന്നുള്ളത് കൊടുക്കുക കേട്ടോ. ക്വാർട്ടർ 3. ഓക്കെ, ഫിനാൻഷ്യൽ ഇയർ കൊടുത്തു, ക്വാർട്ടർ കൊടുത്തു, പീരീഡ് കൊടുത്തു. ഇനി സെർച്ച് കൊടുക്കാം. സെർച്ച് കൊടുത്തു. ഓക്കെ, അപ്പൊ ഇവിടെ സക്സസ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു. ഇവിടുന്ന് നമ്മുടെ GSTയുടെ ഒറിജിനൽ സൈറ്റും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം മാനുവലി താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കൊടുക്കണം, എങ്കിലേ നമുക്ക് ഈ പറയുന്ന 4 കോളംസ് കാണാൻ പറ്റുള്ളൂ, 4 ബോക്സസ് കാണാൻ പറ്റും. എന്നാൽ ഒറിജിനൽ സൈറ്റിൽ അങ്ങനെയല്ല. ഈ നമ്മൾ സെർച്ച് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ 4 മുകളിലേക്ക് കയറി വരും. ഓക്കെ, നമ്മളായിട്ട് റാങ്ക് ചെയ്യേണ്ട കാര്യമില്ല, ഓട്ടോമാറ്റിക്കലി എന്ത് വരും? മുകളിലോട്ട് ഡാറ്റാസ് കയറി ഈ ബോക്സിൽ കയറി വരും. അതാണ് ചെറിയൊരു വ്യത്യാസം. ഓക്കെ, ഞാൻ എവിടെയോ ഓക്കെ, ഇവിടെ നമുക്ക് ഇപ്പൊ ചെയ്യാനായിട്ട് പോകുന്നത് GST 1 കേസാണ്. ഇപ്പൊ ഡ്യൂ ഡേറ്റ് പറയുന്നുണ്ട് ഒക്ടോബർ അല്ലേ? ഒക്ടോബറിലാകുമ്പോൾ നവംബർ 11 ആകുമ്പോഴേക്കും ഡ്യൂ ഡേറ്റ് ആകും എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. നമ്മളിപ്പോ ഫയൽ ചെയ്യാൻ പോകുന്നത് പ്രിപ്പയർ ഓൺലൈൻ ആണ്. ഇന്നലെ നമ്മൾ ഓഫ്ലൈനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പൊ പ്രിപ്പയർ ഓൺലൈനെ ക്ലിക്ക് ചെയ്യുക. താഴേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇന്നലെ നമ്മൾ നമ്മുടെ എക്സൽ വർക്ക് ബുക്കിൽ കണ്ട ഓരോ ഷീറ്റുകള് ഇന്നിവിടെ ഓരോ കോളംസ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഇന്നലെ നമ്മൾ B2B ഇൻവോയ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷീറ്റ് കണ്ടിരുന്നു. അത് ഇന്നിവിടെ ഒരു ബോക്സ് പോലെ അല്ലെങ്കിൽ ഒരു കോളം പോലെയാണ് ഉള്ളത്. അതേപോലെ B2C ലാർജ് നമ്മൾ ഇന്നലെ ഒരു ഷീറ്റ് ആയിട്ട് കണ്ടിരുന്നു. അത് ഇവിടെ ഇതേപോലെ ഉണ്ട്. ക്രെഡിറ്റ് നോട്ട് ആൻഡ് ഡെബിറ്റ് നോട്ട് നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. അൺരജിസ്റ്റേർഡ്, രജിസ്റ്റേർഡ്, എക്സ്പോർട്ട് ഇൻവോയ്സ്, അമെന്റ്മെന്റ് എല്ലാം നമ്മൾ ഇന്നലെ കണ്ട സെയിം കാര്യങ്ങൾ തന്നെയാണ്. അതെല്ലാം ഇന്നലെ നമ്മൾ വ്യൂ ചെയ്തത് ഓരോ ഷീറ്റുകളായിട്ടാണെങ്കിൽ ഇന്നൊരു കോളം ആയിട്ട് അല്ലെങ്കിൽ ഒരു ബോക്സ് ആയിട്ടാണ് കാണുന്നത്. അത്രേ ഉള്ളൂ ഒരു മാറ്റം. വേറെ ചേഞ്ച് കാര്യങ്ങളൊന്നും ഇവിടെ പ്രത്യേകിച്ച് ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം B2B ഇൻവോയ്സ് നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം? ഫസ്റ്റ് കിടക്കുന്ന B2B ഇൻവോയ്സ് ആയതുകൊണ്ട് ഞാൻ ആദ്യം B2B ഇൻവോയ്സ് തന്നെ റെക്കോർഡ് ചെയ്യാൻ വിചാരിക്കുകയാണ്. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്തു. നമ്മുടെ പ്രാക്ടീസ് സ്പോട്ട് ആയതുകൊണ്ട് മേ ബി ഇതുപോലെ ഓൾറെഡി ഡാറ്റാസ് ഉണ്ടായിരിക്കും. അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, നിങ്ങൾ ആഡ് ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. ഓൾറെഡി ആരെങ്കിലും ചെയ്തതോ അങ്ങനെയായിട്ടുള്ള എന്തെങ്കിലും ഡാറ്റാസ് മേ ബി ഉണ്ടാവാം, ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം. ഉണ്ടെങ്കിൽ കാര്യമാക്കേണ്ട, മെൻഷൻ നോക്കേണ്ട കാര്യമില്ല, നേരെ ആഡ് ഡീറ്റെയിൽസ് കൊടുക്കാം. ഓക്കെ, ആഡ് ഡീറ്റെയിൽസ് കൊടുത്തു. ഇവിടെയാണ് നമ്മൾ ഓരോ ഡാറ്റാസും എൻട്രി ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ വരെ എല്ലാവർക്കും ക്ലിയർ ആണോ? GST 1 2Bയിലേക്ക് ലോഗിൻ ചെയ്ത് അവിടെ ഡാറ്റ എൻട്രി ചെയ്യുന്ന ആ ഒരു സ്ക്രീൻ വരെ എല്ലാവർക്കും ക്ലിയർ ആണോ? ആകാശേ ക്ലിയർ ആണോ? ഓക്കെ, ബാക്കി എല്ലാവരുടെയും പേരിങ്ങനെ വിളിക്കുന്നു. യെസ്, കുറച്ചുപേരെ ഫസ്റ്റ് സ്ക്രീൻ കാണുന്നു. എല്ലാവർക്കും ക്ലിയർ ആണല്ലോ അല്ലെ? ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട് ചോദിക്കുക കേട്ടോ. ഇനി ഇവിടെ ആദ്യം നമ്മൾ നോക്കേണ്ടത് നമ്മളിപ്പം റെക്കോർഡ് ചെയ്യാനായിട്ട് പോകുന്ന B2B സെയിൽസ്
അത് IGST ആണോ CGST SGST ആണോ എന്നുള്ളത് ആദ്യം തന്നെ നമ്മൾ കൺസിഡർ ചെയ്യണം. കാരണം IGST ആണ് എങ്കിൽ ഈ IGST എന്നുള്ള ഈ ഒരു കുഞ്ഞി കോളം ബോക്സ് ഉണ്ടോ, ഇത് ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോ റെക്കോർഡ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ആണെന്ന് വിചാരിക്കാം. ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ IGST എന്നുള്ളത് ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്തിൽ വരാം, നമ്മുടെ ഡാറ്റയിലേക്ക് വരാം. ഡാറ്റയുടെ ഫസ്റ്റ് വൺ കിടക്കുന്നത് 27 ആണ്. 27 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ, ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ആണ്. ഇന്റർ അല്ല, ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ആണ് അല്ലെ, ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ആണ്. കർണാടകയാണ് വരുന്നത്. 27 കർണാടകയാണ് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഇവിടെ ഈ IGST എന്നുള്ളത് ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇവിടെ ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നിലവിൽ CGST SGST എമൗണ്ട് ഓഫ് ടാക്സ് പറഞ്ഞാണ്. IGST നമ്മൾ ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുമ്പോൾ എന്തായിട്ട് മാറി, എമൗണ്ട് ഓഫ് ടാക്സ് എന്നുള്ളത് ഇന്റഗ്രേറ്റഡ് ടാക്സ് എന്ന് മാത്രമായിട്ട് മാറും. ഓക്കെ, ആദ്യം അത് ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി അടുത്ത കൊടുക്കേണ്ടത് എന്താ, റിസീവറുടെ GST നമ്പർ ആണ് കൊടുക്കേണ്ടത്. ആളുടെ GST നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്, അത് അവിടേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. GST നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. റിസീവറുടെ നെയിം നമുക്കത് കൊടുക്കാനായിട്ട് പറ്റില്ല, അത് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ വരും. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു കൊടുക്കേണ്ട കാര്യമില്ല. ഇനി ഇൻവോയ്സ് നമ്പർ ആണ് കൊടുക്കേണ്ടത്. കണ്ടോ, ഓട്ടോമാറ്റിക് ആയിട്ട് നെയിം വന്നുണ്ടോ, ഇൻവോയ്സ് നമ്പറിലേക്ക് ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് റിസീവർ നെയിം വന്നു. ഇൻവോയ്സ് നമ്പർ കൊടുക്കാം. ഓക്കെ, ഇൻവോയ്സ് നമ്പർ കൊടുക്കാം. ഇനി ഇൻവോയ്സ് ഡേറ്റ് കൊടുക്കാം. 4/10/2022 ആണ്. അപ്പൊ നിങ്ങൾ അത് സെർച്ച് ചെയ്തിട്ട് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. 4/10/2022. അപ്പൊ അവിടെ ചെറിയൊരു മാറ്റമുണ്ട്. ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യില്ലെന്ന് പറയാനും കാരണം അതാണ്. നമ്മൾ 4/10/2022 നമ്മൾ സാധാരണ ഡേറ്റ്, മന്ത്, ഇയർ അങ്ങനെയാണ് പറഞ്ഞു പോകുന്നത് അല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഫസ്റ്റ് വരിക മന്ത്, ഡേറ്റ്, ഇയർ ആണ്. നമ്മൾ ഈ ഒരു ഫോർമാറ്റ് തന്നെ ഫോളോ ചെയ്യണം. കാരണം നമ്മുടെ പ്രാക്ടീസ് ഫണ്ട് ബാക്ക് എൻഡ് സെക്ഷനിൽ ചെക്കിംഗ് നടക്കുന്നുണ്ട്. നമ്മൾ ഇതിൽ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ഡാറ്റ തെറ്റാണെങ്കിൽ നമുക്കത് സേവ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഡേറ്റ് ഒക്കെ കൊടുക്കുമ്പോൾ വളരെ കറക്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. ഡേറ്റ് ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് തന്നെ കൊടുക്കാം. ടൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്ത് തന്നെ കൊടുക്കാം. കാരണം ഫോർമാറ്റ് അങ്ങനെയാണ്, മന്ത്, ഡേറ്റ്, ഇയർ. ഈ 27 എന്ന് പറയുന്നത് കർണാടകയല്ല കേട്ടോ. 29 ആയിരുന്നു കർണാടക, 27 മഹാരാഷ്ട്രയാണ്. അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് ഇൻവോയ്സ് വാല്യൂ ആണ്. എത്രയാ, 40,320. ഇൻവോയ്സ് വാല്യൂ കൊടുത്തു. അപ്പൊ ആദ്യത്തെയുള്ള കോളംസ് എല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. GST നമ്പർ കൊടുത്തു. റിസീവർ നെയിം ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു. ഇൻവോയ്സ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇൻവോയ്സ് ഡേറ്റ് നമ്മൾ സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ ഇൻവോയ്സ് വാല്യൂ കൊടുക്കുക. ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോ? കൺഫ്യൂഷനിൽ ചോദിക്കുക. കാരണം ഞാൻ ഒരെണ്ണൊക്കെ ചെയ്ത് കാണിക്കുള്ളൂ. നമ്മുടെ ടൈമിന്റെ ഇതിലുണ്ട്. നിങ്ങൾക്ക് ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഇനി താഴേക്ക് സ്ക്രോൾ ചെയ്യാം. ഡിഫറെന്റ് ടാക്സ് റേറ്റുകൾ കാണാം. ഇതില് നമ്മുടെ ടാക്സ് റേറ്റ് എത്രയാണെന്ന് നോക്കാം. നമ്മുടെ സെയിലിന്റെ ടാക്സ് റേറ്റ് എത്രയാ, 12%. അപ്പൊ 12% എന്ന് പറഞ്ഞ ഈ ഒരു കോളത്തിന് നേരെ എന്ത് ചെയ്യുക, ടാക്സബിൾ വാല്യൂ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എത്രയാ, 36,000. ഇവിടെ ചോദിച്ചിട്ടുള്ള ടാക്സബിൾ വാല്യൂ ആണ്. ടാക്സബിൾ വാല്യൂ 12% നേരെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 36,000. ടാക്സ് ഓട്ടോമാറ്റിക് ആയിട്ട് 36,000 12% എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. സെസ് 0 എന്ന് കൊടുക്കുക. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ ചെയ്യാനായിട്ട്. ഓക്കെ, ആദ്യം IGST ആണെങ്കിൽ അത് ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. GST നമ്പർ കൊടുക്കുക. ഇൻവോയ്സ് നമ്പർ കൊടുക്കുക. ഇൻവോയ്സ് ഡേറ്റ് സെലക്ട് ചെയ്ത് തന്നെ കൊടുക്കുക. അതിനുശേഷം ഇൻവോയ്സ് വാല്യൂ കൊടുക്കുക. 12% റേറ്റിന് നേരെ ടാക്സബിൾ വാല്യൂ കൊടുക്കുമ്പോൾ തന്നെ IGST അവിടെ വരും. ഇന്റഗ്രേറ്റഡ് ടാക്സ് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ടാക്സ് റേറ്റ് എത്രയാണെന്ന് നോക്കിയിട്ട് അതിന് നേരെ ടാക്സബിൾ വാല്യൂ കൊടുത്താൽ മതി. എന്നിട്ട് നേരെ സേവ് ചെയ്യുക. അപ്പൊ അവിടെ സക്സസ് എന്ന് പറഞ്ഞ മെസ്സേജ് വരും. അതവിടെ സേവ് ആകും. ഓക്കെ, ഇനി അടുത്ത ആളുടെ ചെയ്യണമെങ്കിൽ വീണ്ടും ആഡ് ഡീറ്റെയിൽസ് കൊടുക്കുക. വീണ്ടും ഈ പറഞ്ഞത് സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? എങ്ങനെയാണ് GSTR 1ലേക്ക് B2B പാർട്ടി ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കുക, B2B ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അപ്പൊ അടുത്തതിലേക്ക് വരാം.
ഇത് ഏകദേശം നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. ഇനിയും ചെയ്ത് കാണിക്കേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. ബാക്ക് വരുവാണ് ഞാൻ. ബാക്ക് വരുമ്പം ഒറിജിനൽ സൈറ്റിലും നമ്മുടെ പ്രാക്ടീസ് ബോർഡിലും സെയിം രീതി തന്നെയാണ്. നമ്മൾ ആദ്യത്തെ വിൻഡോയിലേക്ക് തന്നെ വരും. വീണ്ടും നമ്മൾ ക്വാർട്ടർ സെലക്ട് ചെയ്ത് കൊടുക്കണം, സെർച്ച് കൊടുക്കണം, താഴേക്ക് വരണം, പ്രിപ്പയർ ഓൺലൈൻ കൊടുത്തിട്ട് സൈറ്റ് എത്തണം. എവിടേക്ക് വരണം? ഫയലിംഗിലേക്ക് വരണം. അത് എല്ലാ ഒറിജിനൽ സൈറ്റിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ, ഒരു മാറ്റവും ഇല്ല. ഇനി അടുത്തത് നമ്മുടെ ഏതാ? B2C ലാർജ് നമുക്കില്ല, ക്രെഡിറ്റ് നോട്ട് ഡെബിറ്റ് നോട്ട് ഡീറ്റെയിൽസ് ഒന്നും ഇല്ല. നമുക്ക് ഇനി കൊടുക്കാനുള്ളത് എക്സ്പോർട്ട് ഇൻവോയ്സ് ഡീറ്റെയിൽസ്. അതുകൂടി കൊടുക്കാം. എക്സ്പോർട്ട് ഇൻവോയ്സ് ആഡ് ഡീറ്റെയിൽസ് കൊടുക്കുക. എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും IGST ആണ് അല്ലെ, അതുകൂടെ ഡീഫോൾട്ട് ആയിട്ട് അത് ടിക്ക് ഓൺ തന്നെ ആയിരിക്കും. എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ അവിടെ IGST ആണ് വരിക, അതുകൊണ്ട് ഡീഫോൾട്ട് ആയിട്ട് ടിക്ക് ഓൺ തന്നെ ആയിരിക്കും. നമുക്കിവിടെ ആദ്യം ഇൻവോയ്സ് നമ്പർ കൊടുക്കാം. ഇൻവോയ്സ് നമ്പർ നമ്മുടെ എക്സ്പോർട്ട് എന്ത് ചെയ്യും? എക്സ്പോർട്ടിന്റെ ഇൻവോയ്സ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണമെന്നില്ല, കോപ്പി പേസ്റ്റ് ചെയ്താലും മതി. അടുത്തത് ഇൻവോയ്സ് ഡേറ്റ് ആണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 5/10/2022 കലണ്ടർ യൂസ് ചെയ്ത് തന്നെ കൊടുക്കുക. 5/10/2022. പോർട്ട് കോഡ്, ഷിപ്പിംഗ് ബിൽ നമ്പർ, ഇതൊക്കെ ഓപ്ഷണൽ ആണ്, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ ഷിപ്പിംഗ് ബിൽ ഡേറ്റ് കൂടി ഒന്ന് കൊടുക്കണം കേട്ടോ. പ്രാക്ടീസ് ബോർഡിൽ ഒറിജിനൽ സൈറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ പ്രാക്ടീസ് ബോർഡിൽ നമ്മൾ ചെയ്യുമ്പോൾ ഷിപ്പിംഗ് ബിൽ ഡേറ്റ് കൂടി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. കാരണം അല്ലെങ്കിൽ എറർ വരും. ഷിപ്പിംഗ് ബിൽ ഡേറ്റ് കൂടി കൊടുക്കുക കേട്ടോ. മാൻഡേറ്ററി അല്ല എങ്കിൽ പോലും നിങ്ങൾ പ്രാക്ടീസ് ബോർഡിൽ ചെയ്യുന്ന സമയത്ത് അതും കൂടി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇൻവോയ്സ് ഡേറ്റ്, ഷിപ്പിംഗ് ബിൽ ഡേറ്റ്. ഇനി ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ ആണ് കൊടുക്കേണ്ടത്. എത്രയാ? 23,000. 23,000. ഓക്കെ. ഇനി അടുത്തതിലേക്ക് വരാം. GST പേയ്മെന്റ് വിത്ത് പേയ്മെന്റ് ഓഫ് ടാക്സ് ആണോ വിത്തൗട്ട് പേയ്മെന്റ് ഓഫ് ടാക്സ് ആണോ ചോദിക്കുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ വിത്ത് ടാക്സ് ഉണ്ടാവും, വിത്തൗട്ട് ടാക്സ് ഉണ്ടാവും. ഇവിടെ നമ്മുടെ കേസ് എന്താണെന്ന് നോക്കാം. പ്രത്യേകിച്ച് ടാക്സ് എമൗണ്ട് ഒന്നും തന്നിട്ടില്ല, അതിനർത്ഥം എന്താ? വിത്തൗട്ട് പേയ്മെന്റ് ഓഫ് ടാക്സ് ആണ്. രണ്ട് കേസിലും ടാക്സ് ഒന്നും ഇല്ല, ദാറ്റ് മീൻസ് വിത്തൗട്ട് പേയ്മെന്റ് ഓഫ് ടാക്സ് ആണ്. അപ്പൊ നമുക്കിവിടെ വിത്തൗട്ട് പേയ്മെന്റ് ഓഫ് ടാക്സ് കൊടുക്കാം. കഴിഞ്ഞു. ഫസ്റ്റ് ഡാറ്റാസ് എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇൻവോയ്സ് നമ്പർ കോപ്പി പേസ്റ്റ് ചെയ്തു, ഇൻവോയ്സ് ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു, ഷിപ്പിംഗ് ബിൽ ഡേറ്റ് കൊടുത്തു, ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ കൊടുത്തു, GST പേയ്മെന്റ് വിത്തൗട്ട് പേയ്മെന്റ് ഓഫ് ടാക്സ്. ഇനി നേരത്തെ നമ്മൾ ചെയ്ത പോലെ റേറ്റ്, ടാക്സ് റേറ്റ് എത്രയാണെന്ന് നോക്കാം. 18%. അതിന് നേരെ ടാക്സബിൾ വാല്യൂ കൊടുക്കുക. 23,000. ഓട്ടോമാറ്റിക് ആയിട്ട് ടാക്സ് വരും. അത് നമ്മളവിടെ മാറ്റിയിട്ട് റിമൂവ് ചെയ്തിട്ട് 0 കൊടുക്കുക. സെസ്സും 0 കൊടുക്കുക. ക്ലിയർ ആണോ? എക്സ്പോർട്ട് ചെയ്തത് ക്ലിയർ ആണോ എന്നത് സേവ് ചെയ്യണേ. ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ. ഇനി അടുത്തിലേക്ക് വരാം. ഇനി എന്താണ് നമുക്ക് ബാക്കിലേക്ക് വരിക? വീണ്ടും ഒന്നേന്ന് പറഞ്ഞ സ്റ്റെപ്പിൽ സ്റ്റാർട്ട് ചെയ്യാം. എക്സ്പോർട്ട് കഴിഞ്ഞു, B2B കഴിഞ്ഞു. ഇനി അടുത്തത് B2C സ്മോൾ, അതാണ് അതേഴ്സ് എന്ന് വെച്ചിരുന്നത് കേട്ടോ. B2C സ്മോൾ ആണ്, അതേഴ്സ് രണ്ടും സെയിം തന്നെയാണ്. B2C അതേഴ്സിലേക്ക് വരാം. ആഡ് ഡീറ്റെയിൽസ് കൊടുക്കാം. ഓക്കെ. ഇവിടെയും ഈ IGST ആണെങ്കിൽ നമ്മൾ ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് ഡാറ്റയിലേക്ക് നോക്കാം. നമുക്ക് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം 5% ആണ് അല്ലെ. 5%ത്തിന് IGST ആണ് വരുന്നത്. 800 രൂപ IGST ആണ് വരിക. ഓക്കെ, IGST ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ IGST നമുക്ക് എന്ത് ചെയ്യാം? ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കാം. പ്ലേസ് ഓഫ് സപ്ലൈ കൊടുക്കാം. പ്ലേസ് ഓഫ് സപ്ലൈ 5%ത്തിന്റെ ഇവിടെ തന്നിട്ടുണ്ട്. തമിഴ്നാടുമാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഡാറ്റയിൽ തന്നിട്ടുണ്ട്. തമിഴ്നാടുമാണ്. അപ്പൊ തമിഴ്നാട് സെലക്ട് ചെയ്ത് കൊടുക്കാം.
പ്ലേസ് ഓഫ് സപ്ലൈ തമിഴ്നാട്. ടാക്സബിൾ വാല്യൂ എത്രയാ? 16,000 രൂപയാണ് ടാക്സബിൾ വാല്യൂ വരിക. 16,000. അപ്പൊ ഞാൻ ഇവിടെ വന്നുകൊണ്ടോ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആണെന്ന് വന്നിട്ടുണ്ട്. റിട്ടേൺ ഫയലിംഗ് പീരീഡ് ഒക്ടോബർ ആണ്, അതവിടെ സെലക്ട് ചെയ്തത്. ഇനി ടൈപ്പ് ഇ-കൊമേഴ്സ് ആണ് അതർ ദാൻ ഇ-കൊമേഴ്സ് ആണെന്നാണ് നമ്മളുടെ ഇത്. ഇവിടെ അതർ ദാൻ ഇ-കൊമേഴ്സ് ആണ്. ഇ-കൊമേഴ്സിന്റെ ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ല, അപ്പൊ ദാറ്റ് മീൻസ് അതർ ദാൻ ഇ-കൊമേഴ്സ് ആണ്. ഇനി ടാക്സ് റേറ്റ് പറയാ 5%. ഓട്ടോമാറ്റിക് ആയിട്ട് IGST അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് 800. കറക്റ്റ് അല്ലേ? നോക്കിയേ, 800. സെസ് ഇല്ല, 0. പ്ലേസ് ഓഫ് സപ്ലൈ തമിഴ്നാടു ആണ്. ടാക്സബിൾ വാല്യൂ 16,000. ഇൻഡസ്ട്രേറ്റ് ആണെന്ന് ഓട്ടോമാറ്റിക് വന്നു. റിട്ടേൺ ഫയലിംഗ് ചെയ്യുന്നത് ഒക്ടോബറിലാണ്. ടൈപ്പ് അതർ ദാൻ ഇ-കൊമേഴ്സ് ആണ്. റേറ്റ് 5, IGST 800. എന്നിട്ട് സേവ് ചെയ്യും. ഞാൻ ഇത് സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ആളെ ആഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം? വീണ്ടും ആഡ് ഡീറ്റെയിൽസ് എടുക്കുക. വീണ്ടും IGST ആണോ നോക്കുക, അല്ലെങ്കിൽ ടിക്ക് ഓൺ ചെയ്തു ആണെങ്കിൽ ടിക്ക് ഓൺ ചെയ്യുക, അല്ലെങ്കിൽ ടിക്ക് ഓൺ ചെയ്യേണ്ട കാര്യമില്ല. പ്ലേസ് ഓഫ് സപ്ലൈ കൊടുക്കുക, ടാക്സിബിൾ വാല്യൂ കൊടുക്കുക. റിട്ടേൺ ഫയലിംഗ് ഒക്ടോബർ ആണ് എല്ലാത്തിനും, അതാണ് ഇ-കൊമേഴ്സ് ആണ് എല്ലാം. റേറ്റ് കൊടുക്കുക 12%. CGST ഓട്ടോമാറ്റിക് ആയിട്ട് വരും. സെസ് 0 കൊടുക്കുക. ക്ലിയർ ആണോ? B2C സ്മോളിന്റെ കേസും ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇനി ഒരാൾ കൂടി ഉണ്ട് അല്ലെ, നമ്മുടെ ഏതാ? എക്സംപ്റ്റഡ് സെയിൽസ് കൂടി ഉണ്ട്. ഓക്കെ, എക്സംപ്റ്റഡ് സെയിൽസ് അതാണ് നമുക്ക് ഇനി റെക്കോർഡ് ചെയ്യാനായിട്ടുള്ളത്. എക്സംപ്റ്റഡ് സെയിൽസ് റെക്കോർഡ് ചെയ്യാനായിട്ട് ഇവിടെ ബാക്ക് വരട്ടെ. എക്സംപ്റ്റഡ് സെയിൽസ് കഴിയാണ്ട് എക്സംപ്റ്റഡ് സെയിൽസ് എന്ന് പറഞ്ഞ ഒരു ഹെഡിങ് ഉള്ള കോളം ഇവിടെ ഇല്ല. അതെവിടെയും നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഈ നിൽ റേറ്റഡ് എന്ന് പറഞ്ഞുണ്ടോ, അതിന്റെ അണ്ടർ തന്നെയാണ് എക്സംപ്റ്റഡ് സെയിൽസ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. നിൽ റേറ്റഡ് സപ്ലൈ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ തന്നെയാണ് നമ്മൾ നിൽ റേറ്റഡ് സപ്ലൈയും എക്സംപ്റ്റഡ് സപ്ലൈയും നോൺ GST സപ്ലൈയും ചെയ്യുന്നത്. ഓക്കെ, നിൽ റേറ്റഡ് സപ്ലൈ എന്ന് പറയുന്ന ബോക്സിന്റെ അണ്ടറിലാണ് നിൽ റേറ്റഡും എക്സംപ്റ്റഡും നോൺ GST വരുന്നത്. ഈ 3 കാര്യങ്ങളും അവിടെ തന്നെയാണ് വരിക. ഓക്കെ, ഇവിടെ പ്രത്യേകിച്ച് വേറെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാനില്ല. ആകെ 4 ഡിസ്ക്രിപ്ഷൻസ് ആണ് ഇവിടെ പറയുന്നത്. ഒന്ന് ഏതാ? ഇന്റർ സ്റ്റേറ്റ് സപ്ലൈസ് ടു രജിസ്റ്റേർഡ് പേഴ്സൺ. കേരളത്തിൽ പുറത്തേക്ക് GST രജിസ്റ്റേർഡ് ആയിട്ടുള്ള പേഴ്സണൽ സപ്ലൈ ഉണ്ടെങ്കിൽ അതിന് ടോട്ടൽ എമൗണ്ട് ഒരുമിച്ച്. അതേപോലെ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈസ് ടു അൺരജിസ്റ്റേർഡ് പേഴ്സൺ ഉണ്ടെങ്കിൽ അത് ഒരുമിച്ച്. ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈസ് ടു രജിസ്റ്റേർഡ് പേഴ്സൺ ഒരുമിച്ച്. ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ടു അൺരജിസ്റ്റേർഡ് പേഴ്സൺ ഒരുമിച്ച്. അങ്ങനെ ഓരോന്നും ഒരുമിച്ച് കാണിച്ചാൽ മതി. സെപ്പറേറ്റ് കാണിക്കേണ്ട കാര്യമില്ല. അപ്പൊ നമ്മുടെ ഇവിടെ ഈ ഒരാണെങ്കിൽ നമുക്ക് 2 എക്സംപ്റ്റഡ് സപ്ലൈസ് ആണുള്ളത്. 2 CGST ആണ്. ദാറ്റ് മീൻസ് 2 ഇൻട്രാസ്റ്റേറ്റ് ആണ്. പക്ഷെ ഒരെണ്ണം രജിസ്റ്റേർഡ് ആണ്. കാരണം എന്താ? ഒരെണ്ണത്തിന് GST നമ്പർ തന്നിട്ടുണ്ട്, ഒരെണ്ണത്തിന് GST നമ്പർ തന്നിട്ടില്ല. കണ്ടോ, ഒരു GST ഒരു ബില്ല് അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് നേരെ GST നമ്പർ ഉണ്ട്, എന്നാൽ അനദർ പാർട്ടിക്ക് നേരെ എന്തില്ല? GST നമ്പർ ഇല്ല. അപ്പൊ ദാറ്റ് മീൻസ് ഒന്ന് ഇൻട്രാസ്റ്റേറ്റ് രജിസ്റ്റേർഡും ഒന്ന് ഇൻട്രാസ്റ്റേറ്റ് അൺരജിസ്റ്റേർഡും ആണ്. ഓക്കെ, ഇൻട്രാസ്റ്റേറ്റ് രജിസ്റ്റേർഡും ഇൻട്രാസ്റ്റേറ്റ് അൺരജിസ്റ്റേർഡ്. അപ്പൊ ഇൻട്രാസ്റ്റേറ്റ് രജിസ്റ്റേർഡ് നേരെ അതിന്റെ ഇൻവോയ്സ് വാല്യൂ കൊടുക്കുക. എത്രയാ? 37,000. 37,000. ഇനി മറ്റേതെന്താണ്? ഇൻട്രാസ്റ്റേറ്റ് അൺരജിസ്റ്റേർഡ് ആണ്. GST നമ്പർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അൺരജിസ്റ്റേർഡ് ആണെന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. എത്രയാ? 21,000. രജിസ്റ്റേർഡ് ആണെങ്കിൽ ആള് GST രജിസ്റ്റേർഡ് ആണെങ്കിൽ GST നമ്പർ ഉണ്ടായിരുന്നു. 37,000, 21,000. മനസ്സിലായോ എങ്ങനെയാണ് ഇവിടെ കൊടുക്കുന്നത് എന്നുള്ളത്? നമ്മള് കേരളത്തിലാണോ കേരളത്തിന് പുറത്താണോ നോക്കാം. അവർ GST രജിസ്റ്റേർഡ് ആണെങ്കിൽ നമ്പർ തരും, ഇല്ലെങ്കിൽ നമ്പർ ഉണ്ടാവില്ല. ഓക്കെ ആണോ? കഴിഞ്ഞു കേട്ടോ. ഏകദേശം സെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇത് സേവ് ചെയ്യുമ്പോൾ സേവ്ഡ് എൻട്രീസ് എന്ന് പറഞ്ഞ കാണിക്കും കേട്ടോ. സേവ്ഡ് എൻട്രീസ് എന്ന് പറഞ്ഞായിരിക്കും ഉണ്ടാവും. ഓൾറെഡി ചെയ്ത് നമ്മൾ കിടക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഇതിനു മുമ്പ് ചെയ്ത് കിടക്കുന്നുള്ളതാണ് ഇപ്പൊ 5 എന്ന് പറഞ്ഞ് വന്നിട്ടുള്ളത്. ഓക്കെ, സെയിൽസ് എല്ലാം കഴിഞ്ഞോ? നമുക്കിനി റിട്ടേൺ ഫയലിംഗ് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്താൽ മതിയോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? HSN കോഡും
എന്നൂടെ കൊടുക്കണം, ഡോക്യുമെന്റിനും കൂടെ ഡീറ്റെയിൽസും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അത് ആരും നമ്മളോട് പറഞ്ഞു തരില്ല, നമ്മളായിട്ട് തന്നെ ചെയ്യേണ്ടതാണ്. 2 കാര്യങ്ങളും ആഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് HSN-Y സമ്മറി കൊടുക്കാം. ഓക്കെ, ഓപ്പൺ ചെയ്യുക. ആഡ് ഡീറ്റെയിൽസ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, താഴെ തന്നെ നമുക്ക് ഡാറ്റാസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ HSN നമ്പർ കൊടുക്കാം. നമ്മുടെ ഡാറ്റയിലേക്ക് വരാം, സെയിൽസ് രജിസ്റ്ററിലേക്ക് വരാം. ഫസ്റ്റ് HSN നമ്പർ 8708, അത് അവിടേക്ക് കോപ്പി പേസ്റ്റ് ചെയ്തു. ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുക്കണ്ട, അതും റിക്വയർഡ് ഫീൽഡ് ഒന്നും അല്ല. ഇനി നമ്മൾ കൊടുക്കേണ്ടത് യൂണിറ്റ് ആണ്. യൂണിറ്റ് എന്താ, പ്രത്യേകിച്ച് ഇവിടെ തന്നിട്ടില്ല, നമുക്കത് നമ്പേഴ്സ് എന്ന് തന്നെ കൊടുക്കാം കേട്ടോ. യൂണിറ്റ് എന്താണെന്ന് ക്വസ്റ്റ്യൻ ഡാറ്റയിൽ മെൻഷൻ ചെയ്തിട്ടില്ല, നമുക്കത് നമ്പേഴ്സ് എന്ന് കൊടുത്താൽ മതി കേട്ടോ. NOS ക്വസ്റ്റ്യൻ ഡാറ്റയിൽ അതില്ല, അതുകൊണ്ട് നിങ്ങൾ NOS തന്നെ കൊടുക്കുക എല്ലാവരും. NOS. നെക്സ്റ്റ് ടോട്ടൽ ക്വാണ്ടിറ്റി. ടോട്ടൽ ക്വാണ്ടിറ്റി എത്രയാ, 10. ടോട്ടൽ ക്വാണ്ടിറ്റി 10. ഇവിടെ ടോട്ടൽ വാല്യൂ, ഇങ്ങനെ നമ്മൾ കണ്ട സെയിം കാര്യം ഹെഡിങ് തന്നെയാണ്. ടോട്ടൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻവോയ്സ് വാല്യൂ ആണ്. ഇൻവോയ്സ് വാല്യൂ എത്രയാണ്, 90,300, 90,300. ഓക്കെ, ഇനി അടുത്ത കോളം ഹെഡിങ് എന്താ, ടോട്ടൽ ടാക്സബിൾ വാല്യൂ അല്ലെ. ടാക്സബിൾ വാല്യൂ എത്രയാ, 86,000. അതവിടെ ടൈപ്പ് ചെയ്തത് 86,000. ഇനി ടാക്സ് എമൗണ്ട് കൊടുക്കണം. IGST ഉണ്ടോ, ഉണ്ട്. എത്രയാ, 800. അതവിടെ കൊടുക്കുക. CGST ഉണ്ടോ, SGST ഉണ്ട്, 1750. 1750. സെസ് ഇല്ല, 0. കഴിഞ്ഞു. അവിടെ നോക്കി ഓരോ ഡാറ്റാസും വായിച്ച് ഹെഡിങ്ങുകൾ വായിച്ചിട്ട് ഫിൽ ചെയ്ത് പോയാൽ മതി. ഓക്കെ, HSN നമ്പർ കൊടുക്കാം, യൂണിറ്റ് നമ്പേഴ്സ് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് ടോട്ടൽ ക്വാണ്ടിറ്റി 10 കൊടുത്തു, ടോട്ടൽ വാല്യൂ കൊടുത്തു, ദാറ്റ് മീൻസ് ഇൻവോയ്സ് വാല്യൂ കൊടുത്തു, ടാക്സിബിൾ വാല്യൂ കൊടുക്കുക, ടാക്സ് എത്രയാണെന്ന് മെൻഷൻ ചെയ്യുക, സെസ് 0 കൊടുക്കുക. ക്ലിയർ ആണോ? ആഡ് ചെയ്യാം. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ അല്ലേ? യെസ്. ഇനി ഒരു കാര്യം കൂടി ഉള്ളൂ, ഏതാ, ഡോക്യുമെന്റ് അല്ലെ. ഡോക്യുമെന്റോടെ കഴിഞ്ഞ് ഏകദേശം നമ്മുടെ ഡാറ്റ ഫില്ലിംഗ് എല്ലാം കഴിയും. ഡോക്യുമെന്റ്സിലേക്ക് വരാം. ഡോക്യുമെന്റ്സ് പിന്നെ പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനായിട്ടില്ല. എന്തൊക്കെയായിരുന്നു നമ്മൾ ഇഷ്യൂ ചെയ്ത ഡോക്യുമെന്റ് നമ്പർ, ദെൻ എത്ര ഡോക്യുമെന്റ്സ് നമ്മൾ ഇഷ്യൂ ചെയ്തു അതിന്റെ കൗണ്ട്, കുറേ കാര്യങ്ങളാണ് അല്ലെ. ഡോക്യുമെന്റ്സ് ഇഷ്യൂഡ് എടുക്കാം. ഇവിടെ നോക്കുമ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡോക്യുമെന്റ്സ് തന്നിട്ടുണ്ട്. അതിൽ നമ്മളിപ്പോ കൊടുക്കാനായിട്ട് പോകുന്നത് ഏതിന്റെയാ, ഔട്ട്വേർഡ് സപ്ലൈയുടെ ആണ്. ഇൻവോയ്സ് ഫോർ ഔട്ട്വേർഡ് സപ്ലൈയുടെ ആണ്. അപ്പൊ ആദ്യം സീരിയൽ നമ്പർ കൊടുക്കാം, 1. സീരിയൽ നമ്പർ 1. ഇനി ആദ്യം നമ്മൾ ഇഷ്യൂ ചെയ്ത ഇൻവോയ്സിന്റെ നമ്പർ അതറിയാനായിട്ട് നമ്മൾ ഈ ഫിൽറ്റർ കാര്യങ്ങളെല്ലാം ഞാൻ കളയാണ്. ഫസ്റ്റ് നമ്മൾ ഇഷ്യൂ ചെയ്ത ഇൻവോയ്സിന്റെ നമ്പർ JK00137, അതവിടെ കൊടുത്തു. ഇനി ലാസ്റ്റ് നമ്മൾ ഇഷ്യൂ ചെയ്ത നമ്പർ JK00515, അതോടെ കൊടുത്തു. ഇനി ടോട്ടൽ എത്രയാണ് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്നാണ് ചോദിക്കുന്നത്. ടോട്ടൽ കൗണ്ട് 14. ഓക്കെ, നമ്മൾ ഏതെങ്കിലും ക്യാൻസൽ ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? നോക്കിക്കേ, 37, 38, 39, 40, 41, 42, 43 ഇല്ലെങ്കിൽ നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് പറയുന്നില്ല, താഴെ പ്രത്യേകിച്ച് നോട്ട് തരുന്നില്ല, എല്ലാം കണ്ടിന്യൂസ് ആണ്. ഈ 43 മാത്രം മിസ്സിംഗ് ഉള്ളൂ, പക്ഷെ അത് ക്യാൻസൽ ചെയ്തിട്ട് എടുത്ത് പറയുന്നൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ 0 തന്നെ കൊടുക്കുകയാണ്. ഓക്കെ, ഇൻ കേസ് നമ്മൾ വിട്ടുപോയായിരിക്കാം. അപ്പൊ അതുകൊണ്ട് 14 തന്നെ, നെറ്റ് ഇഷ്യൂഡ് 14 കൊടുക്കാം. നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടൊന്നും പ്രത്യേകിച്ച് ഡാറ്റ ഒന്നും എടുത്ത് തന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ 0 തന്നെ കൊടുത്തു, നെറ്റ് ഇഷ്യൂഡ് 14 കൊടുത്തു. എന്നിട്ട് സേവ് ചെയ്യും. ഓക്കെ, ഇൻകറക്റ്റ് എന്ന് പറഞ്ഞാൽ വരും, പക്ഷെ എന്നാൽ അത് സേവ് ആവുന്നുണ്ട് കേട്ടോ. ചെറിയൊരു ടെക്നിക്കൽ എറർ ആണ്, അത് നോക്കേണ്ട കാര്യമില്ല, അത് അവിടെ സേവ് ആയിട്ടോ.
സേവ് ആകുന്ന വെച്ചാൽ അവിടുന്ന് ഡാറ്റ മിസ് കാണില്ല, ബ്ലാങ്ക് ആയിട്ട് കിടക്കും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട്. ക്ലിയർ ആണോ എല്ലാവർക്കും? ഡാറ്റ ഫില്ലിംഗ് എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മുടെ പണി കഴിഞ്ഞോ? ഇനി ക്ലോസ് ചെയ്ത് പോയാൽ മതിയോ എന്നാ നിങ്ങൾക്ക് തോന്നുന്നേ? എല്ലാ ഫീൽഡും എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് പണി തീർന്നെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ഇത് ഫില്ല് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ അല്ലെ. ഗവൺമെന്റിലേക്ക് അത് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, സബ്മിറ്റ് ചെയ്തിട്ടില്ല. ഗവൺമെന്റ് ഡാറ്റ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ അത് സബ്മിറ്റ് ചെയ്ത് കൊടുക്കണം അല്ലെ. അതാണ് നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ള പണി. ഇതെല്ലാം നമുക്ക് ചെയ്തു വെച്ചതെല്ലാം ചെയ്തു വെച്ചു, അത് നമ്മുടെ സൈറ്റിൽ തന്നെ കിടക്കത്തുള്ളൂ. ഗവൺമെന്റിലേക്ക് പോകാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എല്ലാ ഫീൽഡുകളും ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഒരു അക്നോളജ്മെന്റ് ചോദിക്കുന്നുണ്ട്, അതങ്ങ് ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്ന എല്ലാം കറക്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു അക്നോളജ്മെന്റ് ഉണ്ട്, അത് ടിക്ക് ഓൺ ചെയ്യുക. ഓക്കെ, അത് ടിക്ക് ഓൺ ചെയ്യുമ്പോൾ മാത്രമേ ഈ സബ്മിറ്റ് എന്ന് പറയുന്നത് ആക്റ്റീവ് ആയിട്ട് വരത്തുള്ളൂ. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അത് ടിക്ക് ഓൺ ചെയ്യുക. ഓക്കെ, ടിക്ക് ഓൺ ചെയ്ത് കൊടുത്തു, എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു, അപ്പൊ ഫയൽ റിട്ടേൺ എന്നുള്ളത് ആക്റ്റീവ് ആയിട്ട് വരും. കണ്ടോ, ഫയൽ റിട്ടേൺ, അതിൽ ക്ലിക്ക് ചെയ്യാം. അതോട് പറയാം, ഫസ്റ്റ് നമ്മൾ അക്നോളജ്മെന്റ് എന്നുള്ളത് ഇതിൽ ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യാം. ദെൻ ആഫ്റ്റർ ഫയൽ റിട്ടേൺ കൊടുക്കുക. ഓക്കെ, പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ചെറിയൊരു ഡിക്ലറേഷനും കൂടി വരും, അതും ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കാം. ഓതറൈസ് സിഗ്നേറ്ററി, ഈ വ്യക്തിയുടെ പേര് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, ജോർജ് പ്രൊപ്രൈറ്റർ. കണ്ടോ, നമ്മുടെ ഓതറൈസ് സിഗ്നേറ്ററിയുടെ പേര് ഓട്ടോമാറ്റിക്കലി അവിടെ വരും. നമ്മൾ രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ വരുന്നതാണ്. ഓക്കെ, രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ വരുന്നതാണ്. അപ്പൊ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് രീതിയിൽ റിട്ടേൺ ഫയൽ ചെയ്യാം. ഒന്ന്, ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് വെച്ച് റിട്ടേൺ ഫയൽ ചെയ്യാം. അതേപോലെ ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാം. ഓക്കെ, ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്, അതായത് ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് അതൊരു എന്താണ്, നമ്മൾ സർട്ടിഫിക്കറ്റ് പോലെ സാധനമാണ്. അത് വെച്ച് നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാം. ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ OTP ഉണ്ടല്ലോ, OTP വെരിഫിക്കേഷൻ ആണ് ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ എന്ന് പറയാം. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഇപ്പൊ എല്ലാ കമ്പനികളും ഡിജിറ്റലി ഉള്ള സിഗ്നേച്ചർ പരിപാടിയൊക്കെ നിർത്തിയിട്ട് എല്ലാവരും OTP വെരിഫിക്കേഷൻ, അതായത് നമ്മൾ GST രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ ഒരു ഫോൺ നമ്പർ കൊടുക്കും, അതിലേക്ക് ഒരു OTP വരും, ആ OTP അടിച്ചു കൊടുത്തിട്ടാണ് റിട്ടേൺ ഫയൽ ചെയ്യുക. ഓൾമോസ്റ്റ് ഇപ്പൊ അങ്ങനെയാണ്. രണ്ട് രീതി ഉണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഡിജിറ്റൽ സിഗ്നേച്ചർ ഉണ്ട്, അതുപോലെ ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ ഉണ്ട്. നമ്മളുടെ ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ ആണ് കൊടുക്കുക. പാസ്വേഡ് കൊടുക്കുക. നമ്മുടെ പ്രാക്ടീസ് പോർട്ടലിന്റെ പാസ്വേഡ് 1234 ആണ് കേട്ടോ. അവരുടെ നമ്പറിലേക്കൊന്നും പോകുന്നില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, 1234 എന്ന് കൊടുക്കുക. പാസ്വേഡ് കൊടുക്കുമ്പോൾ 1234 എന്ന് കൊടുക്കുക. എന്നിട്ട് നേരെ വെരിഫൈ കൊടുക്കുക. കഴിഞ്ഞു, സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ റിട്ടേൺ അങ്ങനെ ഫയൽ ചെയ്തു. സ്റ്റാറ്റസ് ഫയൽഡ് എന്ന് പറഞ്ഞു. ക്ലിയർ ആണോ എങ്ങനെയാണ് GSTR1 റിട്ടേൺ ഫയൽ ചെയ്യാം എന്നുള്ളത്? ക്ലിയർ ആണോ? ഓക്കെ, എവിടെയെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഇന്ന് ചെയ്ത് നോക്കേണ്ടത് J&K ഷോപ്പിന്റെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അതൊരു ഇന്റർമീഡിയറ്റ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ അത് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ DEM എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. J&Kയുടെ ചെയ്ത് നോക്കാം, അത് കഴിഞ്ഞ് ടൈം പോലെ DEM-ന്റെ കൂടെ ചെയ്ത് നോക്കാം. ഒരു ഡാറ്റ മാത്രം, ഇപ്പൊ ഞാൻ ചെയ്ത് കാണിച്ചു തന്നെ അതേപോലെ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ഒരു ഡാറ്റ കൂടെ ഒന്ന് വെച്ച് ചെയ്ത് നോക്കാം. രണ്ടും ഒന്ന് ചെയ്യാം കേട്ടോ. അപ്പൊ അതിലുള്ള ഓൺലൈനിലുള്ളവർ മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യാം, സെന്റേഴ്സിലുള്ളവർക്ക് മീറ്റിംഗ് വരിക. താങ്ക് യു.